നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വരാക്കര കാളക്കല്ലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പുളിഞ്ചോട് കണ്ണമ്പുള്ളി വീട്ടിൽ 23 വയസ്സുള്ള നവീനാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച കാളക്കല്ലിൽ വെച്ച് ബൈക്കും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ഞായറാഴ്ചയാണ് മരണം സംഭവിച്ചത്. നവീൻ്റെ സംസ്കാരം തിങ്കളാഴ്ച രാവിലെ നടത്തി. ചെങ്ങാലൂരിൽ ജിം ട്രെയിനറായി ജോലി ചെയ്തു വരികയായിരുന്നു. വിനോദ് ശാലിനി ദമ്പതികളുടെ മകനാണ്. സഹോദരി നവമി. പാലിയക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് വെള്ളിയാഴ്ച വരെ നീട്ടി. സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ടോൾ പാതയിലെ ഗതാഗത പ്രശ്നം ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. 4 വരി പാത ചെറിയ സർവീസ് റോഡിലേക്ക് ചുരുങ്ങുന്ന സ്ഥലങ്ങളിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ്. വെള്ളിയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. തൃശൂർ പൂങ്കുന്നത്തെ ATM കവർച്ചാ ശ്രമത്തിൽ പ്രതി പിടിയിൽ. പേരാമംഗലം സ്വദേശി ജിൻഡോ ആണ് പിടിയിലായത്. പ്രതിയെ പിടികൂടുന്നത് തൃശൂർ കുരിയച്ചിറയിലെ ജ്വല്ലറിയിൽ മോഷണം നടത്തുന്നതിനിടെ തിങ്കളാഴ്ച പുലർച്ചെയാണ്. ജ്വല്ലറി കവർച്ച ചെയ്യുന്നതിനിടെ ഉടമസ്ഥന്റെ വീട്ടിൽ സന്ദേശം ലഭിക്കുകയായിരുന്നു. ഇതോടെ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തിയാണ് ഇയാളെ കൈയോടെ പിടികൂടിയത്. പ്രതി കവർച്ച നടത്തിയത് സാമ്പത്തിക ബാധ്യത തീർക്കാനെന്ന് പറഞ്ഞുവെന്ന് പോലീസ് പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കോൺഗ്രസ് 19ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലൂവിസ് മഞ്ഞളി അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ജെൻസൺ കണ്ണത്ത്, ജയൻ കൂവക്കാടൻ, സിജോ പുന്നക്കര, C മുരളി, ഫ്രീജോ കച്ചറയ്ക്കൽ, P രതീഷ്, ശ്രീദേവി കളരിക്കൽ, ഹേമലത, ബിജു എന്നിവർ പ്രസംഗിച്ചു. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കലാകായിക മത്സര വിജയികളെ അനുമോദിച്ചു. ക്ലബ് പ്രസിഡന്റ് രാജു കിഴക്കൂടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ ക്ലബിനു വേണ്ടി പ്രതിനിധീകരിച്ച് വിവിധ കായിക കലാ മത്സരങ്ങൾ പങ്കെടുത്തവരെയും അനുമോദിച്ചു. റെജിൽ മേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KJ ബിജു, KU രാജേഷ്, ആൻഡോ കാട്പിടിക, റപ്പായ് പൊന്നാരി എന്നിവർ പ്രസംഗിച്ചു. റെക്കോർഡ് കുതിപ്പിൽ സംസ്ഥാനത്തെ സ്വർണ്ണവില പവന് തിങ്കളാഴ്ച മാത്രം 1000 രൂപ വർദ്ധിച്ചു. ഞായറാഴ്ച മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവില ശനിയാഴ്ച 640 രൂപയോളം വർദ്ധിച്ചിരുന്നു. തിങ്കളാഴ്ചത്തെ വമ്പൻ വർധനവിനൊടുവിൽ ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില 88,000 കടന്നു. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 88,560 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 125 രൂപ വർദ്ധിച്ച് 11,070 രൂപയാണ് നിരക്ക്. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് 1 പവൻ ആഭരണത്തിന് 95,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. നിലവിൽ 1 ഗ്രാം സ്വർണത്തിന് 12,000 രൂപ നൽകേണ്ടി വരും. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലെ U-ടേൺ അടച്ചതോടെ ദേശീയപാതയിൽ തന്നെ ബസ്സുകൾ നിർത്തുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യം. സംസ്ഥാനത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തുള്ളതും ദേശീയപാതയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതുമായ ഇടമാണ് പുതുക്കാട് KSRTC ഡിപ്പോ. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ബസ് സർവീസുകൾ നിയന്ത്രിക്കാൻ ഇത് സൗകര്യമാകും. ഇവിടെ സ്റ്റാൻഡിനായി ഏറ്റെടുത്ത ഭൂമിയുടെ ഒരു ഭാഗം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകെ 4.5 ഏക്കർ സ്ഥലമുള്ളതിനാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താനാകും. പക്ഷേ നിലവിൽ ദേശീയപാതയിൽ നിന്ന് സ്റ്റാൻഡിലേക്കും തിരിച്ചുമുള്ള ബസ്സുകളുടെ പ്രവേശനം അപകടകരമാണ്. ദേശീയപാത 47-ലെ ഏറ്റവും അപകട നിരക്ക് കൂടിയ പ്രദേശമാണ് ഇത്. KSRTC സ്റ്റാൻഡിന് മുന്നിലെ U-ടേൺ അടച്ചതോടെ ദേശീയപാതയിൽ തന്നെ ബസ്സുകൾ നിർത്തുന്നത് അപകടമാണ്. ഇത് കണക്കിലെടുത്ത് KK രാമചന്ദ്രൻ MLA ഇടപെട്ട് സർവീസ് റോഡിനോട് ചേർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിരുന്നു. എന്നാൽ
തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ സർവീസ് റോഡിലൂടെ വന്ന് ഈ സ്റ്റോപ്പിൽ നിർത്തി സർവീസ് നടത്തണമെന്ന് ഓർഡർ ഉണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ല. യാത്രക്കാരെ റോഡിൽ ഇറക്കിവിടുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് മാത്രമല്ല, സ്ത്രീകളും വയോധികരുമായവർക്ക് ബസ്സിൽ കയറുന്നതും ഇറങ്ങുന്നതും വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. പുതുക്കാട് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ ഡീലക്സ് അടക്കമുള്ള ദീർഘദൂര ബസ്സുകൾക്ക് ഫെയർ സ്റ്റേജും ബോർഡിംഗ് പോയിന്റും ഉള്ള ഒരു മെയിൻ പോയിന്റാണ് പുതുക്കാട് സ്റ്റാൻഡ്. പക്ഷേ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായാലും പുതുക്കാട് സ്റ്റാൻഡിനെ സാധാരണ ജനങ്ങൾക്ക്, ഞങ്ങളെപ്പോലുള്ള യാത്രക്കാർക്ക് ഇതുവരെ ഉപയോഗിക്കാൻ കൃത്യമായി സാധിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാരണം ബസ്സുകൾ പ്രോപ്പറായിട്ട് സ്റ്റാൻഡിലേക്ക് കയറുന്നില്ല. ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റാൻഡിലേക്ക് കയറുന്നത് ലിമിറ്റഡ് സ്റ്റോപ്പ്, സൂപ്പർ ഫാസ്റ്റ് അടക്കം LS2 അടക്കമുള്ള ബസ്സുകളാണ് കയറുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഉദ്യോഗസ്ഥരും മറ്റ് KSRTC അധികൃതരും പ്രോപ്പറായിട്ട് തൃശ്ശൂർ അടക്കമുള്ള ബസ് ഡെപ്പോകളിൽ പുതുക്കാട് സ്റ്റാൻഡിന് അനൗൺസ്മെന്റ് ചെയ്യുന്നില്ല. കൃത്യമായുള്ള നിർദ്ദേശം നൽകി സ്റ്റാൻഡുകളെ ഉള്ളിലേക്ക് കയറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. ഇപ്പൊ യാത്രക്കാര് പ്രോപ്പറായിട്ട് പെരുവഴിയിലാണ്. നമ്മൾ നിലത്ത് ബസ്സുകൾ കയറാത്ത കാരണം റോഡിൽ നിന്ന് ഇത്രയും ട്രാഫിക് ഉള്ള ഹൈവേയിൽ നിന്നും കൊച്ചുമക്കളെയൊക്കെ എടുത്ത് വയസ്സായിട്ടുള്ള ആൾക്കാരടക്കം കയറുന്ന അവസ്ഥ ഇവിടെ സ്റ്റാൻഡിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന LS2 സൂപ്പർ ഫാസ്റ്റുകളും മറ്റ് സൂപ്പർ ഫാസ്റ്റുകളും സ്റ്റാൻഡിൽ കയറുന്നില്ല. റിസർവ് ചെയ്ത യാത്രക്കാരെ റോഡിൽ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ മടിക്കുന്നതോടെ യാത്രക്കാരും ഈ സ്റ്റാൻഡ് ഉപേക്ഷിക്കാൻ നിർബന്ധിതരാവുകയാണ്. സ്റ്റാൻഡിന് മുന്നിൽ വർഷങ്ങളായി സർവീസ് നടത്തുന്ന ഓട്ടോ ഡ്രൈവർമാരും ഈ പരാതി ചൂണ്ടിക്കാണിക്കുന്നു. മെയിൻ വഴി അടച്ചതോടുകൂടി ഇവിടെ ഓട്ടോറിക്ഷക്കാർക്ക് ഭയങ്കര പരിതാപകരമാണ്. പിന്നെ അത് തന്നെയല്ല, 7 മണി കഴിഞ്ഞ് ഞങ്ങളുടെ ബസ്സിലൊന്നും കയറണല്ലേ. പിന്നെ ഇവിടുത്തെ പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘദൂര ബസ്സുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ വഴിയിലെത്തും, കുറച്ച് ആൾക്കാർ സ്റ്റാൻഡിലെത്തും. ബസ്സുകൾ ഏത് വഴിക്ക് പോകുന്ന യാത്രക്കാർക്ക് അറിയില്ല. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം കിട്ടാനാണ് നന്നാവുക. ഞങ്ങളിപ്പോ ഈ നേരം വരെ 50 രൂപ 30 രൂപ ഓടിയാണ്. വൈകുന്നേരം ആണെങ്കിൽ ഒരു 100 രൂപ 150 രൂപ കൂടിയൊന്നാവും. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആഗ്രഹം. സ്റ്റാൻഡിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് പുതുക്കാട് ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രിയിൽ നിന്ന് മറുപടി ലഭിച്ചതായും ഇക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ഇവർ പറയുന്നു. ജില്ലയിലെ പ്രധാനപ്പെട്ട KSRTC സ്റ്റാൻഡുകളിൽ ഒന്നാണ് പുതുക്കാട്. അനുദിനം നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റാൻഡിനോട് എന്നും അവഗണനയെന്നാണ് യാത്രക്കാരുടെ പരാതി. സ്റ്റാൻഡിന് മുൻപിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ സർവീസ് റോഡിലൂടെ വന്ന് ആളുകളെ കയറ്റണമെന്നാണ് നിയമം. എന്നാൽ പലപ്പോഴും ദേശീയപാതയിലെ പ്രധാന പാതയിൽ നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുന്നത്. വലിയ അപകട ഭീഷണിയാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത്. ഒപ്പം ദീർഘദൂര ബസ്സുകളടക്കം സ്റ്റാൻഡിലേക്ക് പലപ്പോഴും കയറാത്തതും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം അവഗണനകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,070 രൂപയും പവന് 88,560 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.